കേട്ടവരെല്ലാവരുടെയും മനസ്സിൽ പഴയകാല ഓർമ്മയുണ്ടാവുമല്ലോ. KSRTC തന്നെ ഇല്ലാതാകാൻ പോയിരുന്നൊരു കാലമായിരുന്നു UDFിൻ്റെ ഭരണം സമ്മാനിച്ചത്. അതിപ്പോൾ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് പ്രതിപക്ഷം വല്ലാതെ അസ്വസ്ഥമായത് ആ കാലം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത്, അന്ന് പ്രിൻ്റ് മീഡിയയിലുള്ള കൂടുതൽ, അത് ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ KSRTCയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകൾ നൽകുന്ന വാഗ്ദാനം എങ്ങനെയായിരിക്കും? എനിക്ക് തോന്നുന്നു റംദാൻ കാലത്ത് അസത്യമായതൊന്നും പറയാനുള്ളൊരു അസ്വസ്ഥതയായിരിക്കാം. പരിഭാഷയിൽ നല്ല ഭാഷാ പണ്ഡിതനായിട്ടും അത് അങ്ങനെ പറയാതെ പോയത്. കാരണം ഇത് കഴിഞ്ഞാലും ഇവിടെ പറയണം. അപ്പോൾ ഈ കാലം ഇത് ഒരു പരിശുദ്ധ മാസമൊക്കെ ആയിട്ട് കണക്കാക്കുന്ന ഒരാൾ അങ്ങനെ എങ്ങനെ പറയും എന്നൊരു ആശങ്ക അദ്ദേഹത്തെയും ബാധിച്ചിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ നമ്മുടെ മുൻപിൽ ഈ 2000 രൂപ പെൻഷൻ ഉള്ളപ്പോൾ UDFിൻ്റെ ഇതേവരെയുള്ള സംഭാവന 100 രൂപ മാത്രമാണ്. ആ 100 രൂപയും കുറ്റം പറയേണ്ടതില്ല, അത് കൊടുക്കുകയും ചെയ്തില്ല. അത് പിന്നീട് വന്ന VS ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് ആ കുടിശ്ശികയും കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണല്ലോ ഈ രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ വിസ്മയം കേരളത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ കൺമുൻപിലുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം വസ്തുതയായിട്ട് നമുക്ക് കണക്കാക്കാം. അതെങ്കിലും കാരണം വിസ്മയമാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന് തന്നെ മാതൃകയായി ദുരിതബാധിതർക്ക് ലോകത്ത് ഒരു ഗവൺമെൻറ്റിനും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു കേരള മോഡൽ ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം നടന്നു. സിനിമയിൽ പറയുന്നുണ്ടല്ലോ, മുകുന്ദേട്ടൻ്റെ ക്യൂബയിൽ ഇങ്ങനെയുള്ള തുരങ്കമുണ്ടാകുമോ എന്ന് ചോദിച്ച ഓർമ്മയുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഞങ്ങൾ ക്യൂബയിൽ പോയപ്പോൾ കടലിനുള്ളിലൂടെ തുരങ്കമൊക്കെ ഉണ്ട്. പക്ഷേ സിനിമയിലെ ഇതങ്ങോട്ട് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ വയനാട് തുരങ്കം, ആ തുരങ്കപാത മുഖ്യമന്ത്രി അത് ഈ പാറ പൊട്ടിച്ചിട്ടാണോ ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ മാത്രമാണ് ഈ പ്രതിപക്ഷ നേതാവിന് തർക്കമുള്ളത്. കാരണം അദ്ദേഹത്തെ അനുവദിക്കുകയില്ല എന്ന് വളരെ ആധികാരികമായി പ്രഖ്യാപിച്ചാണല്ലോ. അതേപോലെ തന്നെയാണല്ലോ ഇപ്പോൾ ചങ്ങനാശ്ശേരിക്ക് ആലപ്പുഴയിൽ നിന്ന് പണ്ട് യാത്ര ചെയ്തിരുന്ന ആളുകൾ കുട്ടനാട് മഴ പെയ്താൽ പിന്നെ ആ റൂട്ട് ഒഴിവാക്കും. പിന്നെ കൊലോട്ടയം തിരുവല്ല വഴിയാണ്, റോഡാകെ മുങ്ങിപ്പോകും. ഇപ്പോൾ ആ റോഡ് നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമായി നിർമ്മാണം പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ പെരുമ്പളം പാലം നിങ്ങളെല്ലാവരും പറഞ്ഞല്ലോ. കുടുംബങ്ങളുടെ എണ്ണം മാത്രം നോക്കിയിട്ടല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ചെല്ലാനം ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു യഥാർത്ഥത്തിൽ കടൽ അതിർത്തികൾ സംരക്ഷിക്കുക. കേരളത്തിൽ നിന്ന് 8 കേന്ദ്രമന്ത്രിമാർ, അതിൽ എറണാകുളത്തിൻ്റെ MP അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊച്ചിയുടെ MLA, അവിടുത്തെ ഫിഷറീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി. പക്ഷെ കടലിൽ കായം കലക്കുമ്പോഴല്ലാതെ ഒരു പരിഹാരം ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ ആദ്യഘട്ടം പൂർത്തീകരിച്ചു, 2ാം ഘട്ടം വരികയാണ്. ഈ 2ാം ഘട്ടവും ആദ്യഘട്ടവും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2ാം ഘട്ടം 402 കോടി എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിന് 47 കോടിയോളം രൂപയാണ്, 45 കോടിയോളം രൂപയാണ് ചെലവഴിക്കുന്നത് ഈ കടൽ ഭിത്തി കെട്ടി സംരക്ഷിക്കാൻ. അത് വളരെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ വിസ്മയം കണ്ട് അമ്പനായി പോയ ആളുകൾ എന്തെങ്കിലും പറയണ്ടേ എന്ന് വെച്ച് പ്രഖ്യാപനം നടത്തിയതല്ലാതെ ആരും അതത്ര ഗൗരവത്തിലെടുക്കാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇരുണ്ട കാലം ഇപ്പോൾ ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിയല്ലോ. ആ ഇരുണ്ട കാലം ഉള്ള ആളുകൾ ഇത്തരം പ്രഖ്യാപനങ്ങളെയൊക്കെ ആ കേൾക്കുന്ന മാത്രയിൽ തന്നെ പുച്ഛിച്ച് തള്ളുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് വളരെ നല്ല പരാമർശമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വന്നു. അവിടെ കോൺഗ്രസ് അല്ലേ BJPക്ക് വേണ്ടി പരാതി കൊടുത്തിട്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഇത്രയും കാലം ജയിലിലടച്ചതിന് രാഹുൽ ഗാന്ധിക്ക് സന്തോഷിക്കാമല്ലോ. കാരണം കോൺഗ്രസ് അല്ലേ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടയ്ക്കാനുള്ള പരാതി കൊടുത്തത്. ED സുവമോട്ടോ കേസ് എടുത്തല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കോൺഗ്രസ് കൊടുത്ത പരാതിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ എന്തുകൊണ്ട് കേസ് ചാർജ് ചെയ്യുന്നില്ല എന്ന് ദുഃഖമായിരുന്നു. നേരത്തെ എന്തുകൊണ്ട് പിണറായി ജയിലിലടച്ചില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ദുഃഖമെങ്കിൽ ഇപ്പോൾ അതില്ല. പുതിയ കേസൊന്നും എന്താ ചാർജ് ചെയ്യാത്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവമാണല്ലോ. അദ്ദേഹമാണല്ലോ പ്രതിപക്ഷത്തെ നയിക്കേണ്ട ഒരാൾ. എത്ര നിരുത്തരവാദപരമായിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരാളെ ജയിലിലടയ്ക്കുന്നതിന് BJPയുടെ ചട്ടുകമായിട്ട് പ്രവർത്തിച്ചത്. BJPയുടെ ചട്ടുകമായി പ്രവർത്തിച്ച് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ച രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥത്തിൽ BJPയുടെ ഒരു ഏജൻ്റായി പലപ്പോഴും പ്രവർത്തിക്കുന്നത്. നിർണായകമായ ഘട്ടത്തിൽ ഇപ്പോൾ തൊഴിലുറപ്പ് ഭേദഗതി പോലെയുള്ള നിയമം വരുന്നു, കർഷക പ്രശ്നം വരുന്നു. ഇത്തരം ഘട്ടത്തിലെല്ലാം
രാഷ്ട്രീയമായി രാജ്യത്തോടും ജനങ്ങളോടുമുള്ള ഉത്തരവാദിത്തത്തെ പൂർണ്ണമായി തമസ്കരിച്ച് ആഘോഷങ്ങൾക്ക് വേണ്ടി വിദേശത്ത് പോകുമ്പോൾ നിർണായക ഘട്ടത്തിൽ പോകുന്ന രാഷ്ട്രീയ നേതാവ് നടത്തുന്ന പ്രഖ്യാപനങ്ങളെ ജനങ്ങൾ യഥാർത്ഥത്തിൽ മുഖവിലയ്ക്ക് പോലും എടുക്കില്ല എന്നതല്ലേ യാഥാർത്ഥ്യം. അല്ല, അതിനുള്ളതെല്ലാം തികഞ്ഞു നോക്കിയല്ലോ. അതുകൊണ്ടല്ല മുഖ്യമന്ത്രി പറഞ്ഞ മടിയിൽ കടമില്ലാത്തതുകൊണ്ട് അത്തരത്തിൽ ഭയമില്ലാതെ ഈ ഗവൺമെൻറ് പോകുന്നു. എല്ലാ തരത്തിലും തിരഞ്ഞു നോക്കിയില്ലേ. കോൺഗ്രസ് അതിനാവശ്യമായി എല്ലാം ചെയ്തില്ലേ. യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്ലേ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഡൽഹിയിൽ. അങ്ങനെയല്ലേ കെജ്രിവാൾ അകത്ത് പോയത്. മറ്റു കാര്യങ്ങൾ നമുക്കതിനകത്ത് നമ്മുടെ മുൻപിലുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ നമ്മൾ കാണുന്നില്ലേ. പക്ഷേ അദ്ദേഹം നേതൃത്വം നൽകുന്ന പാർട്ടിയല്ലേ തെലങ്കാനയിലും കർണാടകയിലും ബുൾഡോസറോ നിരത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ വീട് ഇടിച്ചു നിരത്തിയത്. കമാന്നൊരക്ഷരം രാഹുൽ ഗാന്ധി മിണ്ടിയോ? BJPയുടെ അതേ രൂപത്തിലല്ലേ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കർണാടകയിലും തെലങ്കാനയിലും അവിടുത്തെ ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കുന്നത്. എല്ലാ വീടുകളും ഇടിച്ചു നിരത്തിയില്ലേ. ഇവിടുന്ന് മുഖ്യമന്ത്രി കത്തയച്ചു. അപ്പോൾ ഉടൻ പുനരധിവാസം എന്ന് പറഞ്ഞു. ഒരു ആളെയെങ്കിലും പുനരധിവസിപ്പിക്കാൻ ഒരു പദ്ധതിയെങ്കിലും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ന്യൂനപക്ഷ വേട്ട തന്നെയല്ലേ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ കർണാടകയിലും തെലങ്കാനയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വ്യത്യാസമാണ് അവിടുത്തെ ഭരണത്തിനുള്ളത്?